സച്ചിദാനന്ദൻ സാഹിത്യ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പൊതുപ്രസ്താവനയായിട്ടാണ് EMSനെ അദ്ദേഹം ഉദാഹരിച്ചു. EMSനെ ഉദാഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് അധികാരം ജനക്ഷേമത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കിയെല്ലാം വിവക്ഷകളാണ്. അതിൽ നിന്ന് പലർക്കും പല അർത്ഥങ്ങളും കണ്ടുപിടിക്കാം. ആ രീതിയിൽ കണ്ടുപിടിക്കപ്പെട്ട അർത്ഥങ്ങളാണെന്നേ പറയാൻ പറ്റും. എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. എനിക്ക് പൊതുവേ തോന്നിയത് അധികാരത്തെ പറ്റിയിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവമായിരുന്നു നിശ്ചയമായിട്ടും അത്. അപ്പോൾ അധികാരം പ്രധാനമായിട്ടും പ്രയോഗിക്കേണ്ടത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരവരുടെ അധികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല എന്നുള്ള ഒരു അധികാരത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അഭിപ്രായ പ്രകടനം ആയിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ കാണണമെന്നില്ല. അതിനെ എനിക്ക് തോന്നുന്നു പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാമായിരിക്കും. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് MTയോട് തന്നെ ചോദിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്ന സമയത്ത് അധികാരം അതിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. EMS നേതൃപൂജയിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ EMSനെ മാതൃകയാക്കണമെന്നും നിലവിലൊരു കമ്മ്യൂണിസ്റ്റ് തീർച്ചയായിട്ടും അതിൽ അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. EMS അത്തരത്തിലൊരു മാതൃകയാണ്. കാരണം അത് പ്രധാനമായിട്ടും ഒരു വിമോചന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് കമ്മ്യൂണിസം വരുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസം വരേണ്ടത്. അപ്പോൾ കമ്മ്യൂണിസം അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പുലർത്തുകയും നിലനിർത്തുകയും വേണം എന്നുള്ള, ഞാനതിനെ അങ്ങനെ ഒരു പോസിറ്റീവായ അർത്ഥത്തിലേ അതിനെ എടുക്കുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ആ മൂല്യങ്ങൾ എല്ലാ കാലത്തും പുലർത്തുന്നുണ്ട്. അതെല്ലാം ഊഹങ്ങളാണ്. അത്തരത്തിൽ നമുക്ക് പല തരത്തിൽ നമുക്ക് യൂണിയനിലുണ്ടായ അപജയം, സോവിയറ്റ് യൂണിയന്റെ അപജയം എന്ന് പറയുന്ന അമിതാധികാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതും തീർച്ചയായിട്ടും ഞാനൊക്കെ തന്നെ വിശ്വസിക്കുന്ന കാര്യമാണ്. സോവിയറ്റ് യൂണിയനിലായാലും കാരണം സ്റ്റാലിനിസത്തിന്റെ വരവും ഒക്കെ അതിൻ്റെ തകർച്ചയ്ക്ക് കാരണം സോവിയറ്റ് യൂണിയനല്ല, ചൈനയിൽ പോലും പിന്നീടുണ്ടായ വികാസങ്ങൾ നോക്കുമ്പോൾ കമ്മ്യൂണിസം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമിതാധികാര പ്രയോഗമാണ്. അപ്പോൾ ഒരു പൊതു പ്രസ്താവം അല്ലെങ്കിൽ ഒരു ദാർശനിക പ്രസ്താവം എന്നുള്ള നിലയ്ക്ക് അത് തികച്ചും ശരിയാണെന്ന് ഞാൻ കരുതുന്നു. അതിനൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കാണണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തി അങ്ങനെ ഒരു പൊതു പ്രസ്താവം നടത്തുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഏത് സാഹചര്യത്തിൽ ആരോട് എന്ത് മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നുണ്ടാവും ഉണ്ടാകാം. അത് പക്ഷേ ഒരുപക്ഷെ MT തന്നെ ആ ഒരു കൃത്യമായ സന്ദർഭം അറിയണമെന്നുള്ളൂ. കാരണം അത് പൊതുവെ പറഞ്ഞാൽ ഈ അമിതാധികാര പ്രകടനത്തിനോ അമിതാധികാര പ്രയോഗത്തിനോ ഒക്കെ എതിരായിട്ടുള്ള ഒരു സാമാന്യ പ്രസ്താവം എന്നുള്ള നിലയ്ക്കാണ് എടുക്കേണ്ടത്. കാരണം അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സന്ദർഭവും എടുക്കാവുന്നതാണ്. ഇന്ത്യയുടെ ഇന്നത്തെ സന്ദർഭം ഇതുപോലെ അങ്ങേയറ്റത്തെ അമിതാധികാര പ്രയോഗത്തിൻ്റെ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ സന്ദർഭത്തിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പ്രധാനമാകുന്നു, എന്തുകൊണ്ട് യഥാർത്ഥമായ തുല്യതയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ പ്രധാനമാകുന്നു, എന്തുകൊണ്ട് അത് അപജയിച്ചുകൂടാ, എന്തുകൊണ്ട് അത് നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയ്ക്കെതിരെ പൊരുതുകയും വേണം എന്നുള്ള പ്രസ്താവമായിട്ടും അതിന് വ്യാഖ്യാനിക്കാം. നമ്മുടെ കേരള സന്ദർഭത്തിലേക്ക് മാത്രം അത് ചുരുക്കണം എന്നില്ല. അദ്ദേഹം പറഞ്ഞത് ദാർശനികമായ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അതിന് കേരളവുമായി ഒരു ബന്ധമില്ലെന്നാണ് ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ പറയുന്നില്ല. അത് കാരണം അത് ഓരോരുത്തരുടെ ഊഹത്തിന് വിടുക മാത്രമേ ബന്ധം. കാരണം അദ്ദേഹം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരാൾ ചൂണ്ടി പറഞ്ഞിട്ടില്ല, ഒരു പ്രത്യേക സന്ദർഭം എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അധികാരത്തെ പറ്റിയുള്ള പൊതുപ്രസ്താവം അത് ഇന്ത്യയുടെ പൊതുസന്ദർഭത്തിൽ എടുക്കാം, കേരളത്തിൻ്റെ പ്രത്യേക സന്ദർഭത്തിൽ എടുക്കാം. അത് കേൾക്കുന്നയാളുടെ വ്യാഖ്യാന സാമർഥ്യവും അല്ലെങ്കിൽ കേൾക്കുന്നയാളുടെ വ്യാഖ്യാന സമ്പ്രദായവും ഒക്കെ അനുസരിച്ച് തന്നെ പറയാൻ കഴിയും. വ്യക്തിപൂജ അടക്കമുള്ള കാര്യങ്ങൾ EMS അങ്ങനെ ഒരാളായിരുന്നില്ല, അതുകൊണ്ടാണ് EMS ആരാധനായിത്തീരുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റ് പലരും അങ്ങനല്ല എന്ന ഒരു വിവക്ഷ അല്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് EMS ആരാധ്യനായത് അദ്ദേഹം വ്യക്തിപൂജയിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ വ്യക്തിപൂജയ്ക്കെതിരായൊരു വിമർശനമുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാ എഴുത്തുകാർക്കും മാത്രത്തിലുള്ളൊരു വിമർശനമുണ്ട്. കാരണം ഞാൻ തന്നെ സ്റ്റാലിനിസത്തെ പറ്റി ധാരാളം ലേഖനങ്ങളും കവിതകളും ഒക്കെ അതിനെതിരായിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വ്യക്തിപൂജ കമ്മ്യൂണിസത്തിൻ്റെ സ്പിരിറ്റിന് എതിരാണ് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അത് കേരളത്തിൻ്റെ സന്ദർഭത്തിൽ പ്രയുക്തമാണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതു സന്ദർഭത്തിൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ പറയാൻ പറ്റില്ല. അമിതാധികാരമുണ്ടെന്ന് വളരെ തുറന്ന് സാറ് സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി എനിക്ക് ആ താരതമ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി
രാജ്യത്തെ മുഴുവൻ തന്നെ അപകടത്തിലേക്കും ഇരുട്ടിലേക്കും അതിനൊരു മതരാഷ്ട്രവാദത്തിലേക്കും ഫാസിസത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ മുഖ്യമന്ത്രി ഒരുപക്ഷെ ചെയ്തിരിക്കാവുന്ന ചില തെറ്റുകളും ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുന്നത് ശരിയല്ല, ആനുപാതികമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു അനുപാതങ്ങൾ വളരെ വ്യത്യാസമുള്ളതാണ്. ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യവും ഒരു സംസ്ഥാനത്ത് ചിലപ്പോഴൊക്കെ നടന്നിട്ടില്ലെന്നൊന്നും പറയും, നടന്നിട്ടുണ്ടാകാവുന്ന അമിതാധികാര പ്രയോഗം അതിൽ രണ്ടും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ വ്യത്യസ്തമായ മാനങ്ങളുള്ള കാര്യങ്ങളാണ്. നമുക്ക് മുഖ്യമന്ത്രിയെ വിമർശിക്കാം, പക്ഷേ അതേസമയം നമ്മൾ രാജ്യം മുഴുവൻ തന്നെ എങ്ങോട്ട് പോകുന്നുള്ള ചോദ്യം ചോദിക്കാതെ നമുക്ക് സംസ്ഥാനത്തിൻ്റെ മാത്രമായ പ്രശ്നങ്ങളിലേക്ക് ഒതുങ്ങാൻ കഴിയില്ല. തീർച്ചയായിട്ടും തെറ്റുകളെ വിമർശിക്കും. കാരണം ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക വ്യവസ്ഥകളിലൊന്ന് അതിനൊരു പ്രതിപക്ഷം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതിൽ പ്രതിപക്ഷം ഉണ്ടാവും. അത് എഴുത്തുകാരെല്ലാ കാലത്തും വൈലോപ്പള്ളി പറഞ്ഞ പോലെ ഒരു സൗവർണ പ്രതിപക്ഷം ആണ്. അവർക്ക് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. തെറ്റുകൾ കണ്ടാൽ വിമർശിക്കണം. അത് ഏത് ജനാധിപത്യ വ്യവസ്ഥയിലും അധികാരികൾ ആ വിമർശനങ്ങൾ ശ്രദ്ധിക്കുകയും വേണം, അതിനോട് പ്രതികരിക്കുകയും വേണം. അക്കാര്യത്തിൽ ഒരു സംശയം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജ്വലിക്കുന്ന സൂര്യനാണ്. ചട്ടമ്പി സ്വാമിയെ പോലെയും ശ്രീനാരായണ ഗുരുവിനെ പോലെയും ഒക്കെ ഒരു വീരപുരുഷനാണെന്നാണ് ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞു, നേരത്തെ പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീരേതിഹാസത്തിൽ ഒരു വീരപുരുഷനായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇന്നലെ എനിക്ക് പറഞ്ഞതെന്നാണ് പൊതുബോധം. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് എനിക്ക് പറയാൻ പറ്റും, അത്തരത്തിലുള്ള ഒരു ഫ്ലാറ്ററി അല്ലെ എന്താ പറയുക, മുഖസ്തുതി, അത് കമ്മ്യൂണിസത്തിൻ്റെ പാരമ്പര്യത്തിനോ സംസ്കാരത്തിനോ യോജിച്ച ഒന്നല്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ല. അത് കാരണം അങ്ങനെയല്ല, നമ്മുടെ വ്യക്തികളെ മുന്നിൽ വെച്ചുകൊണ്ടല്ല കമ്മ്യൂണിസം മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റെതായ പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്നു, ദർശനത്തെ പിന്തുടരുന്നു, സമത്വത്തെ പറ്റിയുള്ള അതിൻ്റെ സങ്കല്പത്തെ പിന്തുടരുന്നു. ആ രീതിയിലാണ് ഈ MT പറഞ്ഞതിൻ്റെയും സൂചന ഒരുപക്ഷെ അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമായി ചുരുക്കേണ്ട, കമ്മ്യൂണിസത്തിൻ്റെ ആഗോള കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നമായിട്ടെടുക്കാം, ഇന്ത്യയുടെ പ്രശ്നമായിട്ടെടുക്കാം. അതേസമയം അതിന് വേണമെങ്കിൽ ഈ തരത്തിലുള്ള മുഖസ്തുതികളുടെ ഒരു കമ്മ്യൂണിസവുമായുള്ള പൊരുത്തക്കേട് അതിൻ്റെ ഒരു ആവിഷ്കാരമായിട്ടും എടുക്കാവുന്നതാണ്. അതൊരു